വലിയൊരു ഗുഹയാ. എന്തായാലും നമ്മൾ ആ വെള്ളത്തിന്റെ കൂടെ വന്ന് ആ ഗുഹയ്ക്കകത്ത് വന്ന് പെട്ടത്. അയ്യോ, നീല വെള്ളം ഇവിടെ കേട്ടോ. ആ വെള്ളം ഇതിനകത്തോട്ടുണ്ട്. നമ്മളെ എങ്ങനെ കിഡ്നാപ്പ് ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മളല്ലേ അവരുടെ ബോട്ടെ ചെന്ന് കയറിയത്, അതുകൊണ്ടല്ലേ അവരിങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ അവരെ കാണുന്നില്ലല്ലോ. ഇതിനകത്ത് കയറിയപ്പോഴത്തേക്ക് ഇരുട്ടായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ അവരെ കാണാനില്ല. കണ്ണൂർ നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നിൽക്കുന്ന കണ്ടത്. ഈ ഗുഹയ്ക്കുള്ളിൽ നമ്മൾ എങ്ങനെ പുറത്തോട്ട് കിടക്കും? പുറത്തോട്ട് കിടക്കണമെങ്കിൽ ഒരു വള്ളമോ ബോട്ടോ ഒന്നും ഇല്ലാതെ പറ്റത്തില്ല. കാരണം വെള്ളമല്ലേ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നീന്തി പോകേണ്ടി വരും. ഈ പിള്ളേരെ കൊണ്ട് എങ്ങനെ നീന്താൻ പറ്റുമോ? എനിക്കതെങ്കിൽ അത്ര നീന്തൽ വശവുമില്ല. ഞാൻ ഈ ഗൾഫിൽ പോയപ്പോഴത്തേക്ക് ഞാൻ നീന്തലൊക്കെ മറന്നുപോയി. മറ്റേ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ആറ്റിലൊക്കെ പോയി കുളിക്കുമായിരുന്നു. അങ്ങനെ നീന്തലൊക്കെ അറിയായിരുന്നു. പിന്നെ അങ്ങനെ ഗൾഫിൽ പോയപ്പോൾ മറന്നുപോയി നീന്തല്. ഓ, എനിക്ക് ഇവിടെ അനങ്ങാൻ പറ്റുന്നില്ല. നല്ല വഴുതലുണ്ട് ഇവിടെ. ശരിയാ, നല്ല പായൽ പിടിച്ചടക്കാൻ തോന്നുന്നു. തെന്നിട്ട് വയ്യ. ഞാനും അനങ്ങാൻ നിൽക്കുന്നേ. നിങ്ങൾ ആ തണുപ്പ് വയ്ക്കാതെ ഇങ്ങോട്ട് നീങ്ങി വാ. അവിടെ ഭയങ്കര തണുപ്പാന്ന് തോന്നുന്നു. പനി എല്ലാം പിടിക്കും. വാ. ആ, നിങ്ങൾ നിൽക്കുന്നിടത്ത് വെച്ച് വെള്ളം കുറവാന്ന് തോന്നുന്നു. മോൻ അങ്ങോട്ട് പോടാ, ഞാനോട് വരുവാ. ഞാനോട് പിടിക്കാം മോനെ. കുട്ടുമനെ കിട്ടി, കുട്ടുമനെ കിട്ടി. ഓ, ഭാഗ്യ സന്തോഷം തന്നെ. പെട്ടെന്ന് എടുത്ത് ചാടിയത് കാര്യമായി. അല്ലെങ്കിൽ കുട്ടുമനെ താണു പോയനെ. ഇനി ഞാനോട് കയറട്ടെ. അയ്യോ, വളരെ സിമ്പിൾ ആട്ടോ. ബ്രീത്ത് ചെയ്യാൻ വളരെ ഈസിയാ. ഇതുപോലെ പ്രത്യേക സൈസ് വെള്ളം ഒന്നും ഈ ഗുഹയ്ക്കകത്തുള്ളത്. എന്താണെന്നറിയോ, ഞാൻ നല്ല കുട്ടുമനോട് ചോദിച്ചു നോക്ക്. വീണ് കഴിഞ്ഞതാണോ വെള്ളത്തിനകത്ത് കിടന്ന് നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പിള്ളേരെ നിങ്ങൾ കയ്യിലെടുത്തിട്ട് നമുക്ക് അങ്ങ് നീന്തി പോവാം. എന്താ വെച്ചാൽ വെള്ളത്തിൽ നമ്മൾ മുങ്ങിയാലും കുഴപ്പമില്ലല്ലോ. നമുക്ക് എന്തായാലും സംസാരിക്കാനും പറ്റും, ശ്വാസം എടുക്കാനും പറ്റുന്നുണ്ടല്ലോ. എന്നാൽ പിന്നെ നമുക്ക് ഇതുവഴി അങ്ങ് നീന്തി അങ്ങ് പോയി മറ്റേ ആ വഴി കൂടെ ചെന്ന് കയറാം. ഇടയ്ക്കിടയ്ക്ക് മുങ്ങിയാലും കുഴപ്പമില്ലല്ലോ. ആ, അത് ശരിയാ. എടുത്ത് ചാടിക്കാം വെള്ളത്തിലോട്ട്. എനിക്ക് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ലല്ലോ. ഓരോരുത്തർക്ക് ഓരോ രീതിയാണെങ്കിൽ എങ്ങനെ. ചിലപ്പോൾ ഞാൻ ചാടുമ്പോൾ എനിക്ക് ചിലപ്പോൾ ശ്വാസം കിട്ടിയില്ലെങ്കിലോ. ട്രയൽ ഒന്ന് നോക്കട്ടെ. ചാടി നോക്ക്. എന്നിട്ട് ഓരോരുത്തർ ചാടാം. എന്നിട്ട് അവർക്ക് ശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് നീന്താൻ ഒന്നിച്ച്. ഞാൻ ചാടാം ആന്റി. നമുക്ക് രണ്ടും ഒരുമിച്ച് ചാടാം. ആണോ? ഓക്കെ. 3, 2, 1, ലെറ്റ്സ് ഗോ. നമ്മൾ അമ്മയും കൂടെ ചാടിയിട്ടുണ്ടല്ലോ. ശ്വാസം കിട്ടുമെന്തോ. ശ്വാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ കൂടെ ചാടിക്കോ. എല്ലാവരും കൂടെ ചാടിക്കോ ഒന്നിച്ച്. വാവ്, സൂപ്പർ. എന്ത് രസമായത്. ആ, നീന്തി നമ്മളെങ്ങോട്ടാ പോകേണ്ടത്? അയ്യോ, വഴി തെറ്റിപ്പോയെന്ന് തോന്നല്ലോ. മീനൊക്കെ പോകുന്നതാണ്. നല്ല രസമുണ്ടല്ലോ. ഹായ്, പല പല കളറിലെ മീനുകളാണ്. നമുക്ക് ഇതിനെ പിടിച്ചോണ്ട് പോയിരുന്നു. ആ, ഇങ്ങോട്ടാ പോട്ടെ. അല്ലല്ലോ, ഇങ്ങോട്ട്. ഹായ്, നല്ല രസമുണ്ട് ഇങ്ങനെ നീന്താന്. അച്ഛാ അവിടെ കാണുന്നേ. ശരിയാണല്ലോ. എന്തോ അത് ഷിപ്പ് വല്ലോന്നോ? പണ്ടങ്ങാണ്ട് ഇവിടെ കടലിൽ മുങ്ങി പോയ ഷിപ്പ് വല്ലോന്ന് തോന്നാ കിടക്കുന്നേ. നമുക്ക് ആ ഷിപ്പിനകത്ത് കയറി നോക്കിയാലോ. എന്തെങ്കിലും സ്വർണ്ണാഭരണം വല്ലതും കിട്ടിയാലോ. ശരി, നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചാലും എന്തായാലും നമുക്ക് ശ്വാസം കിട്ടുമല്ലോ. സംസാരിക്കാനും പറ്റുന്നുണ്ട് വെള്ളത്തിനകത്ത്. എന്നാ പിന്നെ അങ്ങോട്ട് തന്നെ പോവാം. എല്ലാരും പൊങ്ങി നീന്തും. എന്നാലേ ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ ഷിപ്പിനകത്ത്. കുട്ടുമനെ നീന്തല മോളോട് നീന്തല. ആഹാ, കിങ്ങിണി കയറിയല്ലോ അതിനകത്ത്. അയ്യോ, ഞാൻ പോയി കയറാൻ ആദ്യം. ഇത് കുറെ നാളുകൊണ്ട് കിടക്കുന്ന ഷിപ്പ് ഇല്ലയോ മോളെ. ഞാൻ വരും, പെട്ടെന്ന് വരുവാ. ആ, അമ്മണി മോളെ, നിങ്ങൾ എല്ലാവരും വാ. എല്ലാവരും വാ. കുട്ടുമൻ കയറി അമ്മ കയറാം. അയ്യോ, ശരിയാണല്ലോ. ഇത് ഫ്രൂട്ട്സ് ആണല്ലോ. അതങ്ങോട്ട് നോക്കി. ആപ്പിള്, പിന്നെ പഴം. ഇതെന്താ മോനെ? ഇത് ബ്ലൂബെറി. ബ്ലൂബെറി എനിക്ക് ഇഷ്ടം പോലെ. ഹായ്, ബ്ലൂബെറി. അമ്മ, എനിക്ക് ബ്ലൂബെറി മതി. ഹായ്, എനിക്ക് ബ്ലൂബെറി മതി. ബ്ലൂബെറി എനിക്ക് മതി. ബ്ലൂബെറി. ഇതെന്താ എല്ലാവർക്കും ബ്ലൂബെറി മതിയോ? അത് അത്രയ്ക്ക് ടേസ്റ്റ് ആണോ ബ്ലൂബെറി? എന്നാ പിന്നെ അത് തന്നെ എടുത്ത് കളയാം. ഓ, നമുക്ക് അങ്ങനെ നേരെ നിൽക്കാനും പറ്റത്തില്ല, വെള്ളത്തിലായുണ്ട്. നിങ്ങൾ ആവശ്യത്തിനൊക്കെ എടുത്തു കേട്ടോ. ശേ, നമ്മൾ കയറിയത് വെറുതെ ആയല്ലോ. ബ്ലൂബെറി ഈ ഫ്രൂട്ട്സ് ഒക്കെ അല്ലേ ഉള്ളൂ. ശേ, നമ്മളതിന് സ്വർണ്ണമെല്ലാം കിട്ടുമ്പോണ്ടാ കയറിയത്. അതൊന്നും ഇല്ലല്ലോ ഇതില്. ഓ, കുഴപ്പമില്ല. ഫ്രൂട്ട്സ് എങ്കിലും കിട്ടിയല്ലോ. പക്ഷെ നിനക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് എങ്ങനെ ഇതിനകത്ത് വന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതും കടലിന്റെ അടിയില് അല്ലേ, ഈ വെള്ളത്തിനടിയിലാണ്ട് ഈ കിടന്ന ഷിപ്പിനകത്ത്. എന്നാ പിന്നെ ആവശ്യത്തിന് എല്ലാവരും പറക്കെങ്കിൽ നമുക്ക് മുകളിലൊക്കെ പോവാം. തോണ്ട് പിള്ളേർ ആപ്പിള്, ആവക്കാടോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ മാതളപ്പഴം ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നിൽക്കാൻ ഈ ബ്ലൂബെറി മാത്രം എടുത്തേ. ശരി, നമ്മളെല്ലാരും നീന്തി ഇവിടെ തന്നെ വന്നു കയറിയല്ലോ. പക്ഷേ ഇതിൽ നമ്മൾ ഇറങ്ങാൻ വേണ്ടിട്ടായിരുന്നു. എന്തൊരു കഷ്ടം പറയാം. നമുക്ക് ഒന്നുകൂടെ പോയി നീന്താം. എല്ലാവരും അമ്മയുടെ കൊടുത്തു.
കൊണ്ടല്ലോ. അയ്യോ എല്ലാരും ഇവിടെ ചാടിക്കോ. നമ്മുടെ ദേഹത്തൊന്നും ഇതുവരെ കൊണ്ടില്ല. എല്ലാരും വെള്ളത്തിലോട്ട് ചാടിക്കോ. ഹോ, എല്ലാരും പോയി. ഒന്നിനും കിട്ടിയില്ലല്ലോ. ഈ വെള്ളത്തിൽ വെച്ച് വെടിവെച്ചോണ്ടായിരിക്കും ശരിയാവാഞ്ഞത്. പോട്ടെ, വെറുതെ കഷ്ടപ്പെട്ട് എല്ലാത്തിനും കൊണ്ടുവന്നു. ഓ എന്തായാലും നമ്മൾ നീതി എന്തായാലും ഈ കടമ്പ കടന്ന് ആ ഗുഹയ്ക്കകത്തുണ്ടോ മറ്റേ സാധനം ഉള്ളത്. ഒക്ടോപീസിന് എന്തോ സാധനം അത്. നമുക്ക് എന്തായാലും ശ്വാസം പിടിച്ച് വെള്ളത്തിൽ കൂടെ നീന്താൻ പറ്റിയുണ്ട് ഇതുവഴി രക്ഷപ്പെടാൻ പറ്റിയത്. ഹോ, എന്തായാലും ആ സാധനത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. എന്തോ ബ്ലൂബെറിനി ഒക്ടോപീസിനി. അയ്യോ നമ്മളവിടെ റോഡ് കാണുന്നുണ്ട്, ഇനി അങ്ങോട്ട് പോവാം. ഓ, നമ്മളെന്തായാലും റോഡിനകത്ത് പെട്ടല്ലോ. അതെ. ഓ നമുക്ക് എന്തായാലും ദിവ്യശക്തി ഉണ്ടായിരുന്നു തോന്നുന്നു. ആ വെള്ളത്തിലടിയാണെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയല്ലോ. പക്ഷെ അല്ലേ അവിടെ മാത്രമല്ല, ഗുഹയ്ക്കുള്ളിലെ വെള്ളത്തിൽ മാത്രമല്ല നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഇറങ്ങിയില്ലേ, ഗുഹയ്ക്ക് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് മുങ്ങി നോക്കിയായിരുന്നു. അപ്പൊ ഈ ശ്വാസം കിട്ടിയില്ല. ആ ശരി, എനിക്ക് കിട്ടിയില്ല ശ്വാസം. ഞാനും ചെറുതായിട്ട് മുങ്ങി, എന്റെ മൂക്കിൽ ചെറുതായിട്ട് വെള്ളം കയറി. അപ്പൊ എനിക്ക് ശ്വാസം കിട്ടിയില്ലായിരുന്നു. പിന്നെ നമുക്ക് ഗുഹയ്ക്കുള്ളിലെ പക്ഷെ വെള്ളത്തിൽ മാത്രമേ ശ്വാസം കിട്ടിയത്. എന്തായാലും നമ്മളെന്നെ ഇവിടെ തിരിച്ചെത്തിയല്ലോ അല്ലേ? അതെ അതെ,